നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വി.ഡി. സതീശന്റെ മുന്നൊരുക്ക പദ്ധതിക്ക് പാർട്ടിയിൽ പിന്തുണയേറുന്നു. സതീശൻ മുന്നോട്ട് വെച്ച പ്ലാൻ 63 ആയി മുന്നോട്ട് പോകണമെന്ന ഒരു വിഭാഗം നേതാക്കൾ. ആശയം കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതിയിൽ മുന്നോട്ട് വച്ചതിൽ തെറ്റില്ലെന്നും സതീശനെ അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു. കെ.ആർ. സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ പ്ലാൻ 63 അവതരിപ്പിച്ചതിന് വിമർശനം കേട്ടതിന് ശേഷം പിന്നീട് അത് മുഴുവൻ അവതരിപ്പിച്ചിരുന്നില്ല വി.ഡി. സതീശൻ. എന്നാൽ കാര്യങ്ങൾ മാറി മറയുന്നു. സതീശന് പിന്തുണയേറുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അത് കോൺഗ്രസ് വീണ്ടും വലിയൊരു അതൃപ്തിയിലേക്ക്, ഒരു വിഭാഗത്തിന്റെ മാത്രം പിന്തുണയിലേക്ക് പോകുന്നു. അത് വീണ്ടും കോൺഗ്രസ് ഇതിലൊരു ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ സതീശൻ അക്കാര്യത്തിൽ അനുകൂലം പിന്തുണയേറുന്നു എന്ന് പറയുമ്പോൾ സതീശൻ പക്ഷക്കാർ മാത്രമല്ല മറ്റ് വിഭാഗങ്ങൾ കൂടി ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ചെന്നിത്തല പക്ഷത്തിന്റെയൊക്കെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? ജിൽസി, നിലവിൽ കോൺഗ്രസിന് 21 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. കോൺഗ്രസ് ആകെ മത്സരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 93 സീറ്റുകളാണ്. അപ്പോൾ നിലവിലുള്ള 21 സീറ്റുകൾക്ക് പുറമെ അത് നിലനിർത്തിക്കൊണ്ട് 43 സീറ്റുകൾ കൂടി ജയിച്ചു കയറുന്ന ഒരു പദ്ധതി, കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 43 സീറ്റുകൾ കൂടി ഇപ്പോഴുള്ള 21നൊപ്പം വിജയിച്ചു കയറി 63 സീറ്റുകൾ വിജയിക്കുന്ന ഒരു പദ്ധതിക്കായിരുന്നു 63 മണ്ഡലങ്ങൾ, ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള 63 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിക്കായിരുന്നു വി.ഡി. സതീശൻ രൂപം നൽകിയിരുന്നത്. അതാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു വന്നപ്പോൾ ഇതാര് നടത്തിയ സർവേ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുമായി കൂടിയാലോചിച്ചാണ് ഇത്തരം കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയാണോ എന്ന നിലയിൽ A.P. അനിൽകുമാർ ചോദിക്കുകയും അതോടുകൂടി സതീശൻ പിന്നീട് അത് അവതരിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റ് നേതാക്കൾ പറഞ്ഞു വന്നത് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ നേതാവ് അതിന് വഴങ്ങാതിരുന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ ഒരു ശോഭയൊക്കെ കെടുത്തുന്ന നിലയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വി.ഡി. സതീശനെ നേരത്തെ പിന്തുണച്ചവർ അല്ലാതെ എ ഗ്രൂപ്പ് അടക്കമുള്ള വിഭാഗങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ അടക്കം ഇപ്പോൾ അത് അവതരിപ്പിക്കണമായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി അത്തരം ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലം തന്നെയാണ്. ആ ഫോറത്തിലല്ലെങ്കിൽ മറ്റേത് ഫോറത്തിൽ അത് അവതരിപ്പിക്കും എന്ന ചോദ്യം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ. സ്വാഭാവികമായും വരുന്ന യോഗങ്ങളിൽ ഇത് അവതരിപ്പിക്കണമെന്ന സമ്മർദ്ദം വി.ഡി. സതീശനുമേൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വി.ഡി. സതീശനാകട്ടെ അത് തടസ്സപ്പെടുത്തിയതിൽ ഒരു ആസൂത്രിത നീക്കമുണ്ട് എന്ന് സംശയിച്ചാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം പാർട്ടി യോഗത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ആരാണ് എന്ന ചോദ്യം ഉയർന്നതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ട് എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് A.P. അനിൽകുമാർ നമുക്കറിയാം K.C. വേണുഗോപാലിനൊപ്പമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങളുടെ ഭാഗമാണോ ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയം വി.ഡി. സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുമുണ്ട്, പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഇനി അതിനെത്രമാത്രം അദ്ദേഹം വഴങ്ങും എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് വ്യക്തിഗതമായി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്, ഇതിനു മുമ്പ് ചില കൂടിയാലോചനകൾ വേണ്ടതില്ലേ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഒരു 63 മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ കാര്യങ്ങൾ വരുമ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പോകും, അവിടേക്ക് തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകും എന്നതടക്കമുള്ള വിമർശനങ്ങൾ മറുവിഭാഗവും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ആശയം അത്തരം ആശയങ്ങൾ രൂപം കൊണ്ട് വരേണ്ടതാണെന്നും ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളെക്കുറിച്ചും ആലോചിക്കണം എന്ന നിലയിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ ഇപ്പോൾ ചില അഭിപ്രായ രൂപീകരണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു പിന്തുണ വി.ഡി. സതീശൻ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ A.P. അനിൽകുമാർ അടക്കം ഇന്നലെ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെയാണ് ഈ 63 മണ്ഡലങ്ങൾ, എന്ത് സർവേയുടെ അടിസ്ഥാനത്തിലാണ്, അത് ആര് നടത്തിയതാണ്, എവിടെ നിന്നാണ് സതീശൻ ഇത്തരം വിവരങ്ങൾ കിട്ടിയത് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ഒരു അതൃപ്തി, അത്തരത്തിലൊരു അതൃപ്തി നേതാക്കൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. വ്യക്തിഗതമായി സർവേ നടത്തിയോ പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് ഇപ്പോഴും. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഇതൊരു രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കുമ്പോൾ പോലും അതിനകത്തൊരു ആശയ രൂപീകരണം വേണ്ടേ? തീരുമാനങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ശരിയാവില്ല. മുതിർന്ന നേതാക്കൾക്ക് അത്തരം മണ്ഡലങ്ങളിൽ ചുമതല കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു തീരുമാനമായ സ്വഭാവത്തിൽ സംസാരിക്കുന്നു എന്ന ഫീൽ ഉണ്ട് എന്നാണ് സതീശനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്.
ഇതിനകത്ത് പൂർണ്ണമായും ഒരു ഐക്യത്തോടുകൂടിയുള്ള നിലപാടുകൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് സംയുക്ത വാർത്താ സമ്മേളനം പോലും തീരുമാനിച്ചിട്ട് നടക്കാതെ മുന്നോട്ട് പോകുന്നത്. AICCക്കും കേരളത്തിലെ ഇപ്പോഴത്തെ പോക്കിൽ അതൃപ്തിയുണ്ട്. ദീപാദാസ് മുൻഷി വ്യക്തിഗതമായി ഇപ്പോൾ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന നേതാക്കളോട് ആ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേരളത്തിൽ എന്ന നിലയിലുള്ള രീതിയിൽ തന്നെയാണ് AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലെ നേതാക്കളോട് സംസാരിക്കുന്നത്. ഈ ഒരു ഐക്യ രൂപീകരണം അല്ലെങ്കിൽ ഐക്യകണ്ഠേനയുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇത് അവതരിപ്പിക്കേണ്ടതാണ് എന്നും അത്തരം ആശയങ്ങൾ രൂപം കൊണ്ട് വരേണ്ട സ്ഥലമാണ് രാഷ്ട്രീയകാര്യ സമിതി എന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ ആശയം അവതരിപ്പിക്കുമ്പോൾ എതിർക്കുന്ന രീതി ശരിയല്ല. ആശയത്തെ എതിർക്കാം, പക്ഷേ അത് അവതരിപ്പിക്കുന്നതിനെ പോലും എതിർക്കുന്ന രീതി ശരിയല്ല. കാരണം ആശയങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ശക്തമായ രീതിയിൽ അതിനെ കെട്ടിപ്പടുക്കാൻ കഴിയുകയെന്നാണ് മുതിർന്ന സാജു, അതായത് സതീശന് പിന്തുണയേറുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത് അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സർവേ അത് എങ്ങനെ നടത്തി? അത് സ്വന്തം നിലയിൽ നടത്തിയ സർവേ ആണോ? എത്ര ഇങ്ങനെ വിവരങ്ങൾ ലഭിച്ചു? അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വി ഡി സതീശൻ വ്യക്തമാക്കാനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ടോ? തീർച്ചയായും അതിൻ്റെ ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരും. എന്ത് കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം സർവേ ആരെക്കൊണ്ട് നടത്തിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് എവിടുന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 63 മണ്ഡലങ്ങൾ മിഷൻ 63 എന്ന അദ്ദേഹത്തിന്റെ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. പക്ഷെ ഒരു ആശയം തുടങ്ങുമ്പോഴേക്കും അതിനെ എതിർക്കുക എന്നത് രാഷ്ട്രീയകാര്യ സമിതി പോലുള്ള ഒരു ഉന്നത ഫോറത്തിൽ ശരിയല്ല എന്ന അഭിപ്രായം ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ശക്തി ആർജിച്ചു വരികയാണ്. അതുകൊണ്ട് വരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളിൽ ഇത് അവതരിപ്പിക്കണമെന്ന ആവശ്യം ഒരുപക്ഷെ നേതൃത്വം തന്നെ മുന്നോട്ട് വെച്ചേക്കാം വി ഡി സതീശന് മുന്നിൽ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഈ എതിർപ്പുകൾ ഉണ്ടാവും. ഇത് അവിടെ ഓരോ മണ്ഡലത്തിലും ചുമതല കൊടുക്കുന്ന ആളുകളെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് തീരുമാനിച്ചു വരുന്ന രീതിയൊക്കെ എതിർക്കപ്പെടാം. പക്ഷേ ഈ ആശയം അവതരിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വി ഡി സതീശന് പിന്തുണ കൂടി വരുന്നത്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AICCക്ക് കേരളത്തിലെ കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്. വി ഡി സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ അത് വരുമ്പോൾ അത് മറ്റു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക നേതാക്കൾക്ക് ഇടയിലുണ്ട്. കാരണം കോൺഗ്രസ് 93 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണയും അത്രയും സീറ്റുകളിൽ തന്നെ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് സാധ്യത. സ്വാഭാവികമായും 63 എന്ന് കണക്ക് പറയുമ്പോൾ ബാക്കി വരുന്ന 30 മണ്ഡലങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഗുണകരമാണോ, അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിൽ വിജയസാധ്യത? തീർച്ചയായും സാജു, എന്തായാലും ഈ പ്ലാൻ 63യുമായി മുന്നോട്ട് പോകുന്നതിൽ വി ഡി സതീശന് കോൺഗ്രസിനകത്ത് തന്നെ പിന്തുണയേറുന്നു എന്ന എന്നുള്ള കാര്യം ഉയരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് AICC അടക്കമുള്ള അവർ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു, അവരിതിന് പിന്തുണ കൊടുക്കുമോ? കാരണം ഈ 93 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 63 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങൾ വിട്ടുകളയേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വി ഡി സതീശന്റെ നിലപാട് കൂടി നിർണായകമാകും. വീണ്ടും ഈ പ്ലാനുമായി മുന്നോട്ട് വരാൻ അദ്ദേഹം തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതൊരു വീണ്ടും ഒരു കോൺഗ്രസിൽ ഒരു വിഭാഗീയതയ്ക്ക് കാരണമാകുന്നു, വീണ്ടും ഒരു അതൃപ്തിയിലേക്ക് ഒരു വിഭാഗം പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്.